എട്ടാമ്പറിൽ പൊട്ടിയ ആ ഭാഗം തന്നെയാണ്. കഴിഞ്ഞ വർഷം പൊട്ടിയതിന്റെ ഭാഗം തന്നെയാണ്. അമ്പലക്കുന്ന് ഭാഗത്ത് ഒന്നും പറയാൻ കഴിയില്ല. ഞങ്ങൾ എന്താ പറയുക, ഞങ്ങൾ സർക്കാർ നിന്ന് മാറ്റി പാർപ്പിച്ചു. പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് വാടകയില്ല. നിത്യ കൂലി തരുന്ന 9,000 രൂപ പോലും തരുന്നില്ല. അതല്ലെങ്കിൽ ഞങ്ങൾ ഈ പെരുമഴയത്തോടെ ജോലിക്ക് വരുമോ? ഞങ്ങളെ കൂടെ പണിയെടുക്കുന്ന ആളുകളൊക്കെ അപ്പുറം കിടക്കുകയാണ് ഇപ്പോഴും. ഇനിയൊരു ദുരന്തം ഉണ്ടാവാതെ എന്തെങ്കിലും ബാക്കിയുള്ളത് മാറ്റി പാർപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണ്ടേ? എങ്ങനെ ജീവിക്കും ഞങ്ങൾ കൊല്ലാതല്ലത്. എന്താണല്ല, കാടല്ല, വെള്ളല്ല, ഒന്നുമില്ല. കറണ്ടില്ല, വെള്ളല്ല, 9,000 അല്ല, 100 പ്രാവശ്യം കയറി ഇറങ്ങാണ്. എത്ര പ്രാവശ്യം, എത്ര ചാനലിൽ ഞങ്ങൾ തന്നെ ഒന്നുമില്ല. ഞങ്ങൾക്കൊന്നും അയാൾ തട്ടിലാക്കി തിരിപ്പിച്ച ഞങ്ങളെ ഇറക്കി വിടാൻ പറയാളടുത്ത് വരട്ടെ. ആ തഹസിൽദാരടുത്ത് വരാൻ പറയും. ഞങ്ങൾ എത്ര പ്രാവശ്യം സമരത്തിന് പോയാലോ ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടുന്ന് പറഞ്ഞേക്കൂലാന്ന്. ഞങ്ങള് മണിക്കൂറുകളായി ഇവിടെ ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ടായിട്ട് ഇതുവരെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഒരു വിലയില്ലേ? ഞങ്ങള് ഇന്ന് ഒരു അലർട്ട്, ഇത്രയും വലിയ മഴ ഇവിടെ ഉണ്ടായിട്ടും ഒരു അലർട്ട് പോലും കൊടുക്കാൻ ഈ ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടില്ല. കളക്ടർ ബംഗ്ലാവിൽ ഉറങ്ങാനുള്ളതല്ല. ഈ നാട്ടിലെ സാധാരണ ഇവരാണല്ലോ ഈ സാധുക്കൾ 9,000 മുടക്കിയത്. ഞങ്ങൾ നിരന്തരം പറഞ്ഞില്ലേ, ഇങ്ങനെ മഴ പെയ്യുമ്പോ പട്ടിണി കിടക്കാണ്, എങ്ങനെങ്കിലും ഈ 9,000 കൊടുക്കണമെന്ന് ഞങ്ങൾ കാല് പിടിച്ച് പറഞ്ഞില്ലേ ഈ ഉദ്യോഗസ്ഥരോട്. ഇവിടുത്തെ വില്ലേജ് ഓഫീസർ കൊടുത്ത റിപ്പോർട്ടാ, ഇവർക്കൊക്കെ പണിയുണ്ട്, ഇവർക്കൊന്നും കൊടുക്കണ്ടെന്ന്. എങ്ങനെയാണ് ഈ സാധുക്കൾ ജീവിക്കണമെന്ന് ഈ ചങ്ങായി നോക്കണ്ടേ? ഈ വില്ലേജ് ഓഫീസർ ഉളുപ്പുണ്ടോ ചങ്ങായിക്ക്? അയാളെ വീട്ടിൽ നിർത്തി കൊടുക്കണമെന്നല്ലോ. അയാൾ ഇത്രയും ദിവസമായിട്ട് ഈ സാധുക്കൾ എങ്ങനെയാണ് ജീവിക്കണമെന്ന് നോക്കണ്ടേ? രാവിലെ മുതൽ കനത്ത മഴ പെയ്ത് വില്ലേജ് ഓഫീസർ ആ ഭാഗത്തേക്ക് വന്നിട്ടായില്ല. ഇപ്പൊ നിങ്ങൾ കണ്ടു, മണിക്കൂറുകൾ കഴിഞ്ഞു. നിങ്ങളെ പോലുള്ള ചാനലുകൾ മുഴുവൻ ഇവിടെ എത്തി. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാ ഇവിടുത്തെ ഭരണകൂടത്തിന്റെ ഫയർഫോഴ്സ് പോലെ ഈ നാട്ടിലേക്ക് എത്തുന്നത്. സാധാരണക്കാരൻ ജീവൻ പണയം വെച്ചിട്ട് മുണ്ടക്കായി കുടന്നിക്ക് കിടന്ന ആളുകളെ മുഴുവൻ പുറത്തെത്തിക്കുക. സാധാരണക്കാരൻ മുഴുവൻ ആളുകളെ പുറത്തെത്തിച്ചിട്ടും ഇവർ ഇപ്പോഴാണ് അങ്ങോട്ട് കടന്നു വരുന്നത്. ഇതാണ് ഇവിടുത്തെ സാഹചര്യം.